ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 30-ാം അധ്യായം 26 മുതൽ 31 വരെ. ഞാൻ നന്മയ്ക്കായി നോക്കിയിരുന്നപ്പോൾ തിന്മ വന്നു. തിന്മയാണ് എനിക്ക് വന്നത്. വെളിച്ചത്തിനായി ഞാൻ കാത്തിരുന്നു. ഇരുട്ട് വന്നു. അപ്പോൾ ഇരുട്ടാണ് വന്നത്. എന്റെ കുടൽ അമരാതെ തിളയ്ക്കുന്നു. തിളച്ചുകൊണ്ടിരിക്കുന്നു. കഷ്ടകാലം എനിക്ക് വന്നിരിക്കുന്നു. ഞാൻ കറുത്തവനായി നടക്കുന്നു. വെയിൽ കൊണ്ടല്ല ഞാൻ കറുത്തുപോയത്. ഞാൻ സഭയിൽ എഴുന്നേറ്റ് നിലവിളിക്കുന്നു. ഞാൻ കുറുക്കന്മാർക്ക് സഹോദരനും. ഞാൻ കുറുക്കന്മാർ ഓളിയിടുന്നത് പോലെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കുറുക്കന്മാർക്ക് ഞാൻ സഹോദരനായി തീർന്നിരിക്കുന്നു. ഒട്ടകപ്പക്ഷികൾക്ക് കൂട്ടാളിയുമായിരിക്കുന്നു. ഞാൻ ഏകാഗിയായി, ഒട്ടകപ്പക്ഷിയെ പോലെ മരുഭൂമിയിൽ കൂടി നടക്കുന്ന ഏകാഗിയായി ഞാൻ ഇതാ ജീവിക്കുകയാണ്. എനിക്ക് ആരുമില്ല. എൻ്റെ ഭാര്യ എന്നെ വിട്ടുപോയി. എൻ്റെ സ്നേഹിതന്മാരെന്നെ മനസ്സിലാക്കുന്നില്ല. എൻ്റെ അവസ്ഥ മനസ്സിലാക്കുന്നില്ല. എൻ്റെ മക്കളെല്ലാവരും കൂട്ടത്തോടെ മരിച്ചുപോയി. എൻ്റെ തൊക്ക് കറുത്ത് പൊളിഞ്ഞു വീഴുന്നു. തൊലി കറുത്ത് പൊളിഞ്ഞു വീഴുന്നു. ആ സകലം വ്രണം ബാധിച്ചു. തൊലിയെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു വീഴുന്നു. എൻ്റെ അസ്ഥി ഉഷ്ണം കൊണ്ട് കരിഞ്ഞിരിക്കുന്നു. എൻ്റെ കിന്നരനാദം വിലാപമായും. എൻ്റെ കിന്നരനാദം, പാട്ട് പാടുന്നതെല്ലാം ഇപ്പോൾ പാട്ടല്ല, വെറും വേദനാകരമായ എൻ്റെ കരച്ചിലിൻ്റെ ശബ്ദമായി മാറിയിരിക്കുന്നു. എൻ്റെ കുഴലൂത്ത് കരച്ചിലായും തീർന്നിരിക്കുന്നു. ഞാൻ ഏകാഗിയായിരിക്കുന്നു. എനിക്ക് ആരുമില്ലല്ലോ. ഇയ്യോബ് കരയുകയാണ്. പഴയ നിയമത്തിലെ ഇയ്യോബ് വളരെ ശ്രേഷ്ഠനായൊരു കഥാപുരുഷനാണ്. വളരെ ശക്തമായ ഭക്തിയുള്ള ദേവദാസനായിരുന്നു. ഇയ്യോബിനെക്കുറിച്ച് ദൈവം പറയുന്നത് ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നെന്നാണ്. ഇയ്യോബ് സത്യസന്ധനായിരുന്നെന്നാണ്, നേരുള്ളവൻ എന്നാണ് പറയുന്നത്. ഇയ്യോബ് ദോഷം വിട്ട് അകലുന്നവനെന്നാണ് പറയുന്നത്. ഇയ്യോബ് ദൈവഭക്തനാണെന്നാണ് പറയുന്നത്. ദൈവഭക്തനായിരുന്നു, നേരുള്ളവനായിരുന്നു, ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ഇയ്യോബ് ഭക്തിയുള്ള പുരുഷനായിരുന്നു. എന്നാൽ ആ ഇയ്യോബ് ധനസമൃദ്ധിയിൽ ഉന്നതനായിരുന്നു, സമ്പത്തുള്ളവനായിരുന്നു. ഒട്ടേറെ നിലംപുരങ്ങളുണ്ടായിരുന്നു. ഒട്ടേറെ കഴുതകളും ഒട്ടകങ്ങളും ഉണ്ടായിരുന്നു. ഒട്ടേറെ ദാസിദാസന്മാരുണ്ടായിരുന്നു. ഇയ്യോബിന് 10 മക്കളുണ്ടായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളും. ഇയ്യോബിന് 10 മക്കളുണ്ടായിരുന്നു. ഇയ്യോബിൻ്റെ ഭാര്യ സുന്ദരിയായൊരു സ്ത്രീയായിരുന്നു. ആ ഭാര്യ ആരോഗ്യമുള്ള സ്ത്രീയായിരുന്നു. എല്ലാം തികഞ്ഞൊരു കുടുംബമായിരുന്നു. എല്ലാം തികഞ്ഞ കുടുംബം. ഇന്ന് നമുക്ക് കാണാമല്ലോ, നല്ല തികവുള്ള കുടുംബങ്ങൾ പലതും പെട്ടെന്ന് മുടിഞ്ഞു പോകുന്നതും കാണുന്നു. നല്ല ഐശ്വര്യ സമൃദ്ധി ഉണ്ടായിരുന്ന കുടുംബങ്ങൾ പലതും താണുപോകുന്നു, തളർന്നു പോകുന്നു. ഒരു കാലത്ത് നല്ല പാരമ്പര്യത്തിന് തികവുണ്ടായിരുന്ന കുലീനമായ കുടുംബങ്ങൾ, ആഠ്യത്വമുള്ള തറവാടുകൾ മുടിഞ്ഞു പോകുന്നു. എന്താണ് കാരണം? ആർക്കറിയാം? ഒന്നും ചിന്തിക്കാറുണ്ടോ? എന്താ ഇതിൻ്റെ കാരണം? ഒരു തലമുറക്കാലം ഇങ്ങനെ വളർന്നു വന്നതായ കുടുംബം അടുത്ത തലമുറയായപ്പോഴേക്ക് ഇടിഞ്ഞിടിഞ്ഞു പോകുന്നു. എന്തു പറ്റി? പ്രിയപ്പെട്ടവരെ, കാരണമുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതിന് അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് പ്രത്യേകം കാരണങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. ദൈവം അതെല്ലാം അനുവദിച്ചു കൊടുത്തതുകൊണ്ടാണ്. ദുരിതങ്ങൾ ദൈവം അനുവദിച്ചു. നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണ്. ഇയ്യോബിൻ്റെ 10 മക്കൾ ഒരുമിച്ച് ഒരു വീട്ടിൽ കൂടിയിരുന്ന് അവർ വിരുന്നാഘോഷിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കൊടിയ കാറ്റടിച്ചു. ആ വീടിൻ്റെ 4 മൂലയ്ക്ക് അടിച്ചു. ആ വീട് നിലം പൊത്തി. ഫലമോ 10 മക്കൾ ഒരുമിച്ച് മരിച്ചു. ഒരപ്പൻ എങ്ങനെ സഹിക്കും? ഇയ്യോബ് അപ്പോഴാണ് കേട്ടത് അടുത്ത വർത്തമാനം. ഇയ്യോബിൻ്റെ കഴുതകളെയും ആടുകളെയും ഒട്ടകങ്ങളെയും എല്ലാം ശബായർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. കവർച്ചക്കാർ വന്ന് പിടിച്ചുകൊണ്ടുപോയി. കഷ്ടം. അടിക്കടി ഉപദ്രവങ്ങൾ നേരിട്ടു ഇയ്യോബിന്. ഇയ്യോബ് ഏകാഗിയായിപ്പോയി. ഒരവസരത്തിൽ ഇയ്യോബ് നോക്കിയപ്പോഴുണ്ട് ദേഹമാസകലം വ്രണം. ഉള്ളംകാൽ മുതൽ നെറുക വരെ വ്രണം ബാധിച്ചു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഉള്ളംകാൽ മുതൽ നെറുക വരെ വ്രണങ്ങൾ, നല്ല പഴുത്ത് ചീഞ്ഞ ദുർഗന്ധമുള്ള ജലമൊലിച്ചുകൊണ്ട് അയ്യോ ഇരിക്കുകയാണ്. എന്നാൽ ഈ ഒരു വ്രണത്തിൻ്റെ ഇടയ്ക്ക് അല്പം ഇടവുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായ ചൊറിച്ചിൽ. ഇയ്യോബ് ഒരു ഓട്ടിൻ കഷ്ണം എടുത്ത് മാന്തിക്കൊണ്ടിരിക്കുകയാണ്, അവിടെ ചുരണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വലഞ്ഞുപോയി. എന്താണ് നീക്കിന് വന്നതെന്ന് ഇയ്യോബ് ചോദിച്ചില്ല. കർത്താവേ, നീ അറിയാതെയാണ് ഇത് വന്നതെന്ന് ഇയ്യോബ് ചോദിച്ചില്ല. ഇയ്യോബിനറിയാം ദൈവമെല്ലാം അറിയുന്നുണ്ട് എന്ന്. ഇയ്യോബ് ദൈവഭക്തനായിരുന്നു. മകനെ, ഇന്നോട് ഞാൻ പറയട്ടെ, നീ നിൻ്റെ ജീവിതത്തിൽ വരുന്നതായ അപകടങ്ങളെക്കുറിച്ച് നീ വിഷമിക്കണ്ട. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ദൈവം അറിയാതെയല്ല ഇതൊന്നും സംഭവിച്ചത്. പക്ഷേ സംഭവിക്കുന്നതിന് കാരണം ഉത്തരവാദി സാത്താനാണ്. അവനാണ് നിനക്ക് ഉപദ്രവം വരുത്തിയത്, നിനക്ക് രോഗം വരുത്തിയത് പിശാചാണ്, നിന്നെ അരുതാത്ത വഴിക്ക് കൊണ്ടുപോയത് പിശാചാണ്. പ്രേമത്തിൻ്റെ വാക്കും പറഞ്ഞ്, നിന്നെ മധുരവാക്ക് പറഞ്ഞ്, ചക്കരവാക്ക് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയത് പിശാചാണ്. സാത്താനാണ് നിന്നെ വലയ്ക്കുന്നത്. നീ അറിയുന്നില്ല. മകളെ, നീ അറിയുക, നിൻ്റെ ജീവിതത്തിൽ
അനേകം തിന്മകൾ വരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ദൈവം അറിയുന്നുണ്ട്. പക്ഷേ ചെയ്യുന്നത് പിശാചാണ്. സാത്താൻ എന്ന ദുർശക്തി, ഭീകരനായ ദുഷ്ടപിശാച്, അവനാണ് ഈ ഉപദ്രവങ്ങളെല്ലാം വരുന്നത്. രോഗം വരുന്നത് പിശാചാണ്, നഷ്ടം വരുന്നത് പിശാചാണ്, കഷ്ടം വരുന്നത് പിശാചാണ്, ആപത്ത് വരുന്നത് പിശാചാണ്. രോഗം മാത്രമല്ല, അപകടങ്ങൾ വരുത്തുന്നത്, അത്യാഹിതങ്ങൾ വരുത്തുന്നത് പിശാചാണ്. ആക്സിഡൻറ്റ്സ് എല്ലാം പിശാച് വരുത്തുന്നതാണ്. പക്ഷേ ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന് അപ്പോൾ കയറി നിങ്ങൾ പിടിക്കാൻ വയ്യാത്ത വിധത്തിൽ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കരം, വിശുദ്ധമായ കാര്യം നിങ്ങൾ തൊടാൻ പാടില്ലാത്ത വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ അശുദ്ധിയുണ്ട്. അതുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കാത്തത്. അല്ലെങ്കിൽ സാത്താൻ തട്ടി മാറ്റിയേനെ. സാത്താൻ വന്ന് നിങ്ങളെ ഉപദ്രവിക്കുമ്പോൾ സാത്താനെ ദൈവത്തിന് തട്ടിമാറ്റാൻ പറ്റാത്തതുപോലെ നിങ്ങളിൽ സാത്താൻ അവകാശം പറഞ്ഞ് നിൽക്കുകയാണ്. ഇവൾ എൻ്റെ മകളാണ് എന്നാണ് പിശാച് പറയുന്നത്. ഇവൻ എൻ്റെ മകനാണ്. ദൈവം ചോദിക്കും, എന്ത് കാര്യത്തിൽ എൻ്റെ മകനാണ് നീ പറയുന്നത്? സാത്താൻ പറയും, ഇവൻ ഇന്ന പാവം ചെയ്യുന്നത് ഞാൻ കണ്ടല്ലോ, ഇവൾ ഇന്ന കാര്യത്തിൽ തെറ്റ് ചെയ്തത് ഞാൻ കണ്ടല്ലോ, അവൾ എൻ്റെ കൈക്കീലാണ്, എൻ്റെ സ്വന്തം ചൊൽപ്പിടിയിലാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പിശാച് അവകാശം പറയും. ദൈവം വേദനയോടെ നോക്കി നിൽക്കും. എങ്ങനെയെങ്കിലും ഈ മനുഷ്യൻ അപകടത്തിലേക്ക് പോകരുത് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ അനർത്ഥത്തിൽ നിന്ന് കോരിയെടുക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ സാധിക്കുന്നില്ല. എന്താണ് കാരണം ഇയ്യോബ് അവൻ ഇന്ന് ഏകാഗിയായിരുന്നു കരയാണ്. ഏകാന്തത. രോഗം കൂടി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇനിയും ഭക്തി വിളിച്ചുകൊണ്ടിരിക്കുകയാണോ? മനുഷ്യ, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. ഇത്രയും എല്ലാമായിട്ടും നിങ്ങൾ ദൈവഭക്തി മുറിവ് പിടിച്ചുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തെ തള്ളിക്കളയുക, ത്യജിച്ച് കളയുക. എന്നിട്ട് ദൈവത്തെ ത്യജിച്ച് കളഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നേ. വലിയ ദൈവഭക്തനായിരുന്നിട്ട് എന്താ കിട്ടിയത്? വലിയ ഭക്തനും വലിയ വിശുദ്ധനുമായിയൊക്കെ നിങ്ങൾക്ക് തോന്നിയിരുന്നു. പക്ഷേ ദൈവഭക്തനാണെന്ന് പറഞ്ഞു. പക്ഷേ എന്താ നിങ്ങൾക്കിത് വന്നത്? കാരണമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ദുഷ്ടത കൊണ്ടാണ് ദൈവം ഇത് ചെയ്തത്. ദൈവം ചെയ്തില്ല എന്ന് ഇയ്യോബിനറിയാം. പക്ഷേ ഭാര്യ പറയുന്നത് ദൈവം ഇത് ചെയ്തെന്നാണ്. ഇനി ദൈവത്തെ നീ ത്യജിച്ച് കളയുക, ദൈവത്തെ തള്ളിപ്പറയുക. എന്നിട്ട് നീ ആത്മഹത്യ. എന്തിനെങ്ങനെ ജീവിക്കണം? മരിച്ച് ജീവിക്കുന്നതിനെ പോലെ. എല്ലാം പോയി, മക്കളും പോയി, സ്വത്തും പോയി, എല്ലാ വസ്തുവകളെല്ലാം പോയി. ആകെ ഇനി ഞാനും നീയും മാത്രം. വേണ്ട, ഞാൻ വിട്ടു പോവുകയാണ്. എനിക്ക് വയ്യ, ഈ ദുർഗന്ധം എനിക്ക് സഹിക്കാൻ വയ്യ, ഞാനും പോവുകയാണ്. ആ സ്ത്രീ ഇത്രയും കോപിച്ച് പറഞ്ഞിട്ട് അവളെ ഇറങ്ങിപ്പോയി. കഷ്ടം. ഇയ്യോബ് ഒറ്റപ്പെട്ടു. വീട്ടിൽ ഒരിടത്ത് ചാരത്തിലങ്ങ് ഇരുന്നു. രട്ടുശീല കൊടുത്തു, ചാക്കുശീല കൊടുത്തു, ചാരത്തിലിരുന്നു. എന്നിട്ട് ഇയ്യോബ് ഇരുന്ന് കരയുകയാണ്. എൻ്റെ കർത്താവേ, ഞാൻ ജനിക്കാതെ നിങ്ങൾ കൊള്ളാമായിരുന്നു. ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നതാണ് കുഴപ്പം. വേണ്ടായിരുന്നു, എനിക്ക് ജനിക്കണ്ടായിരുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് ഏതായാലും ആത്മഹത്യ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ആത്മഹത്യ ഞാൻ ചെയ്യുകയില്ല, അത് പാപമാണ്. ഞാൻ പാപം ചെയ്യുകയില്ല. കർത്താവേ, നീ എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാണ്? കർത്താവേ, ഞാനിപ്പോൾ വലയുന്നല്ലോ, ഞാൻ വിഷമിക്കുന്നല്ലോ, എൻ്റെ ഈ വ്രണങ്ങളെല്ലാം ചീഞ്ഞ് നാറുന്നല്ലോ. ഇയ്യോബ് ഇരുന്ന് കരയുകയാണ്. ഇയ്യോബ് ഇരുന്ന് വേദനിക്കുകയാണ്. ഏകാഗിയായി. അപ്പോൾ ഭാര്യ വിട്ടുപോയി, മക്കൾ മരിച്ചുപോയി. എങ്കിലും ഇയ്യോബിന് ഇപ്പോഴൊരാശയുണ്ട്. ഈ 3 സ്നേഹിതന്മാരുണ്ട്. നയമാത്യനായ സോഫർ, തേമാനായ എലീഫസ്, ശൂഹിനായ ബിൽദാദ്. 3 പേര്. ഈ 3 സ്നേഹിതന്മാരുണ്ട്. അവർ കൂട്ടായ്മക്കാരാണ്. ആ കൂട്ടായ്മക്കാരൊന്നും വന്നിരുന്നെങ്കിൽ ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാമായിരുന്നു. എനിക്കൊരാശ്വാസം കിട്ടിയേനെ. അവരും വരുന്നില്ലല്ലോ. കൂട്ടായ്മക്കാരും വന്നില്ല. ഏകാഗിയായിപ്പോയി. കൂട്ടായ്മയുള്ളവർക്കും ദുഃഖമുള്ളതുകൊണ്ടാണ് പക്ഷേ അവർ വരാഞ്ഞത്. എങ്കിലും അവരും വന്നില്ല. ദുഃഖമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വരാതിരിക്കരുത്. ഒരാൾക്ക് രോഗം വന്നാൽ നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത്. നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരാൾക്കൊരു പ്രയാസം വന്നാൽ നിങ്ങൾ അന്വേഷിക്കാതിരിക്കരുത്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇവിടെ പോകാവുന്ന സ്ഥിതിയിലാണെങ്കിൽ നിങ്ങൾ പോകണം. നിങ്ങൾ 2 വാക്ക് പ്രാർത്ഥിച്ചിട്ട് പോരണം. ദൈവത്തിന് സ്തോത്രം. അതൊരാശ്വാസമാണ്. രോഗിക്കൊരാശ്വാസമാണ്, രോഗിക്കൊരു സമാധാനമാണ്. യോബിൻ്റെ കൂട്ടുകാരും വന്നില്ല. അവർ 3 പേരും വന്നില്ല. അവരും മാറിപ്പോയി, ഏകാഗിയായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഏകാന്തത, രോഗത്തിൻ്റെ ഏകാന്തത, കഷ്ടത്തിൻ്റെ ഏകാന്തത, ദുരിതത്തിൻ്റെ ഏകാന്തത, മനോവിഷാദത്തിൻ്റെ ഏകാന്തത. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളാരെങ്കിലും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഏകാന്തത അനുഭവിക്കുന്നവരാണോ? രോഗത്തിൻ്റെ ഏകാന്തതയുള്ളവർ, കഷ്ടത്തിൻ്റെ ഏകാന്തതയുള്ളവർ, വലിയ അത്യാഹിതത്തിൻ്റെ ഏകാന്തതയുള്ളവർ, വലിയ കഷ്ടനഷ്ടങ്ങളുടെ ഏകാന്തതയുള്ളവർ. ഇയ്യോബ് ഏകാഗിയായിപ്പോയി, ഒറ്റപ്പെട്ടു പോയി. ഇയ്യോബ് ദുഃഖത്തോടിരുന്ന് കരയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു 7 ദിവസം കഴിഞ്ഞപ്പോഴുണ്ട് ഇയ്യോബിൻ്റെ കൂട്ടുകാർ വരുന്നു. അവർ തലയിൽ പുഴു വാരിയിട്ടുകൊണ്ട് ഉറക്കെ കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഇയ്യോബ് അവരിൽ നിന്നൊരു നല്ല വാക്ക് കേൾക്കാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അവർ വന്നിരുന്നിട്ട് ദൈവ സൈലൻറ്റ് ഫോർ 7 days, 7 ദിവസത്തേക്ക് അവർ മൗനമായിരുന്നു. അവർ മിണ്ടിയില്ല. ഒരു നല്ല വാക്ക് പറയാമല്ലോ. ഇയ്യോബേ, നീ വിഷമിക്കേണ്ട, ദൈവം ഇതെല്ലാം മാറ്റിത്തരും. ഒരു നല്ല വാക്ക് പറയാമല്ലോ. ഇയ്യോബേ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, കർത്താവ് പ്രവർത്തിക്കും പറയാമല്ലോ. പറഞ്ഞില്ല. ഇയ്യോബ് വേദനയോടെയുടെ മുഖത്തേക്ക് മാറി നോക്കി. അവരൊന്നും മിണ്ടുന്നില്ല. 7 ദിവസം മൗനമായിരുന്നു.
അത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു തുടങ്ങിയതോ ഇയ്യോബിൻ്റെ കുറ്റമാണ് പറഞ്ഞത്. നിൻ്റെ പാപം കൊണ്ടാണ് നിനക്ക് വന്നത്, നീ പാപം ചെയ്തിട്ട് നീ അനുഭവിച്ചില്ല, അതുകൊണ്ടാണ് നിനക്ക് വന്നത് എന്നെല്ലാം പറഞ്ഞ് ഇയ്യോബിനെ കുറ്റപ്പെടുത്തി. അവരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എൻ്റെ സാക്ഷാത്തായ അവസ്ഥ മനസ്സിലാക്കുന്നില്ലല്ലോ. ഇയ്യോബിന് വിഷമം, അതും ഏകാന്തതയാണ്. എൻ്റെ ശരിയായ സ്ഥിതി അവർ അറിയുന്നില്ലല്ലോ, മനസ്സിലാക്കുന്നില്ലല്ലോ. എൻ്റെ വേദന അവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ. ഇയ്യോബ് ദുഃഖിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കേൾക്കണമോ? ഈ സ്നേഹിതന്മാരെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കാണാം, ഒരു ചുഴലിക്കാറ്റ് വീശുന്നു. ഒരു ചുഴലിക്കാറ്റ് ഭയങ്കരമായ ശക്തിയോടെ. ഏതാനും നാളുകൾക്ക് മുമ്പ് വീടിൻ്റെ 4 മൂലയ്ക്ക് അടിച്ചതായ ചുഴലിക്കാറ്റ് പോലെ, മക്കൾ 10 പേര് ഒരുമിച്ച് മരിക്കാനിടയായ ചുഴലിക്കാറ്റ് പോലെ ഇപ്പോഴിതാ ഒരു ചുഴലിക്കാറ്റ് വരുന്നു. ഇയ്യോബ് ചുഴലിക്കാറ്റ് വരുന്നത് കണ്ടപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു. അല്പം പരിഹാസമായ ഭാവത്തിലാണ് പുഞ്ചിരിച്ചത്. ഇയ്യോബ് കയ്യിലുള്ള ആ വോട്ടിംഗ് കഷ്ണം മുറുകെ പിടിച്ചു. ഏത് ചുഴലിക്കാറ്റ് വന്നാലും ഇത് ഞാൻ വിടുകയില്ല. എൻ്റെ ശരീരത്തിൽ മാന്താനുള്ളതാണ്, ശരീരത്തിൽ ചൊറിയാനുള്ളതാണ്, ഇത് ഞാൻ വിടുകയില്ല. ചുഴലിക്കാറ്റ് തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. പിന്നെ വേറെ എന്നെ എനിക്ക് പോകാനുള്ളത്, എനിക്കെന്നെ പോകാനുള്ളത്. ഭാര്യ പോയി, മക്കൾ പോയി, സ്വത്ത് പോയി, സകലവും പോയി, എൻ്റെ ആരോഗ്യവും പോയി, ഇനി എനിക്ക് എന്നെ പോകാനുള്ളത്. ചുഴലിക്കാറ്റ് വീശിയാൽ എനിക്ക് എന്നെ പേടിക്കാനുള്ളത്. ഇയ്യോബ് നല്ല സുസ്മേരോധനായിട്ടിരിക്കുകയാണ്. അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ചുഴലിക്കാറ്റിനെ എതിരേറ്റു. ചുഴലിക്കാറ്റ് വീശി അല്പം കഴിഞ്ഞപ്പോൾ കേൾക്കാം ഒരു ശബ്ദം. ഇതാരുടെ ശബ്ദമാണ്? അതിൻ്റെ ദൈവത്തിൻ്റെ ശബ്ദമാണ്. ദൈവഭക്തനായ എന്നോട് സംസാരിക്കാൻ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം എന്നോട് ഇടിമുഴക്കത്തിൽ സംസാരിക്കുന്നു. ആകാശത്തിലെ ഇടിമുഴക്കത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നു. ഇയ്യോബ് ശ്രദ്ധ വെച്ച് കേട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവം ഇയ്യോബിനോട് ചോദിച്ചു, നീ ന്യായം പറയുന്നത് എന്ത് ന്യായമാണ് നീ പറയുന്നത്? നിനക്ക് എന്താ ഇങ്ങനെ വന്നതെന്ന് നീ ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നീ നിൻ്റെ നീതിയെ ആശ്രയിച്ച് നിൽക്കുകയല്ലേ? മകനെ, നീ കഷ്ടത എന്തുകൊണ്ടായെന്ന് നീ ചോദിക്കരുത്. കർത്താവേ, നിൻ്റെ ഹിതമെന്ന് പറയാൻ നിനക്ക് തോന്നിയില്ലല്ലോ. കർത്താവേ, നിൻ്റെ ഇഷ്ടം പോലെ ഇത് പറയാൻ നിനക്ക് തോന്നിയില്ലല്ലോ. നീ വലിയ ജ്ഞാനിയാണ് നിനക്ക് തോന്നുന്നുണ്ടല്ലോ. ഈ സമുദ്രത്തിലുള്ള മഹാനക്രത്തെ ചൂണ്ടയിട്ട് പിടിക്കുന്നത് ആരാണ്? ഈ ചീങ്കണ്ണിയെ പിടിക്കുന്നത് ആരാണ്? ലിവ്യാഥാൻ എന്ന് പറയുന്ന നദീഹയം നീർക്കുതിരയെ പിടിക്കുന്നത് ആരാണ്? മകീര നക്ഷത്രത്തെ നിർമ്മിച്ചത് ആരാണ്? ഈ നക്ഷത്രഗോളങ്ങളെ നിർമ്മിച്ചത് ആരാണ്? നീയാണോ? നീ എന്തറിഞ്ഞിട്ടാണ് എന്നോട് വാദിക്കുന്നത്? ഇയ്യോബിനോട് ദൈവം ചോദിച്ചു, നീ എന്തറിഞ്ഞു? ജീവിതത്തിൻ്റെ ആകത്തുകയെന്ന് നീ എന്തറിഞ്ഞു? ഇയ്യോബ് എല്ലാം കേട്ടു മിണ്ടാതിരുന്നു. ഇയ്യോബ് പറഞ്ഞു, ഞാൻ കർത്താവേ, ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് മിണ്ടാൻ യോഗ്യതയില്ല, എനിക്ക് അർഹതയില്ല. എൻ്റെ ജീവിതത്തിൽ വന്നതായ കഷ്ടതയെക്കുറിച്ച് എനിക്ക് അഭിമാനത്തോടെ പറയാൻ ഒന്നുമില്ല. ഈ കഷ്ടതയെക്കുറിച്ച് ഞാൻ വിലപിച്ചുകൊണ്ടിരുന്നത് നഷ്ടമായിപ്പോയി, തെറ്റായിപ്പോയി. എനിക്ക് ആരുമില്ലോ എന്നോർത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നത് നഷ്ടമായിപ്പോയി. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, എനിക്കൊരു അപ്പനുണ്ട്, ഹല്ലേലൂയ. എനിക്കൊരു നാഥനുണ്ട്, ഹല്ലേലൂയ. എനിക്കൊരു ഉടമസ്ഥനുണ്ട്, ഹല്ലേലൂയ. എനിക്കൊരു നായകനുണ്ട്, ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, നീ എൻ്റെ സ്വന്തമാണല്ലോ. ഞാൻ അക്കാര്യം മറന്നുപോയല്ലോ. നിന്നെ ഞാൻ മറന്നുപോയല്ലോ. കഷ്ടത വന്നപ്പോൾ നിന്നെ ഞാൻ മറന്നുപോയല്ലോ. ഇയ്യോബിരുന്ന് എങ്ങലടിച്ചു. കർത്താവ് പറഞ്ഞു, മോനെ, നീ അനുഭവിച്ചതുകൊണ്ട്, നീ കാര്യം ഗ്രഹിച്ച് അനുഭവിച്ചതുകൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരികെ തരാം. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടി. നഷ്ടപ്പെട്ടതെല്ലാം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പുള്ളതിനേക്കാൾ ഇരട്ടിയായി ഇയ്യോബിനെ ദൈവം അനുഗ്രഹിച്ചു. മുമ്പുള്ളതിനേക്കാൾ ഇരട്ടിയായി ദൈവം അനുഗ്രഹിച്ചു. ഇയ്യോബ് അന്ന് ദുഃഖം വന്നപ്പോൾ ഏകാഗിയായിരുന്നു കരഞ്ഞു. ഏകാന്തത, ദുഃഖത്തിൻ്റെ മധ്യത്തിൽ ഏകാന്തത, കഷ്ടത്തിൻ്റെ മധ്യത്തിൽ ഏകാന്തത, ദുരിതത്തിൻ്റെ മധ്യത്തിൽ ഏകാന്തത. പ്രിയപ്പെട്ടവരെ, നിങ്ങളാരെല്ലാം ഏകാഗികളായിരിക്കുന്നുണ്ട്. ഏകാന്തതയെ വലയുന്നവരാരെല്ലാം ഉണ്ട്. എനിക്ക് ആരുമില്ലല്ലോ എന്നോർത്ത് കരയുന്നവരാരെല്ലാം ഉണ്ട്. എല്ലാവരും എന്നെ തെറ്റിദ്ധരിക്കുന്നല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരാരെല്ലാം ഉണ്ട്. എന്നെ നല്ലതുപോലെ കാണാൻ ആർക്കും കഴിയുന്നില്ലല്ലോ എന്നോർത്ത് വിഷമിക്കുന്നവരാരുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കാണാൻ ആർക്കും കഴിയുന്നില്ലല്ലോ എന്നോർത്ത് വ്യസനത്തോടുകൂടിയിരിക്കുന്നവരാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനും അങ്ങനെയായിരുന്നു. എൻ്റെ പ്രശ്നം കാണാൻ ആരുമില്ലോ എന്ന് ഞാൻ ഓർത്തിരുന്നു. അമ്മ കരയുന്നു, പെങ്ങൾ കരയുന്നു, ഞാനും കരയുന്നു. എൻ്റെ പ്രശ്നം കാണാൻ എനിക്ക് ആരുമില്ലല്ലോ. എൻ്റെ ആ ചെറുപ്രായത്തിലുള്ളതായ എൻ്റെ ബാലാരിഷ്ടത കാണാൻ എനിക്ക് ആരുമില്ലല്ലോ. ചെറുപ്പത്തിൽ തന്നെ എനിക്ക് രോഗം, എൻ്റെ പെങ്ങൾക്ക് രോഗം, അമ്മയ്ക്ക് രോഗം, ഞങ്ങൾ 3 പേർക്കും രോഗം. അന്ന് ഇന്നത്തെ പോലുള്ള ഹോസ്പിറ്റലൊന്നും ഇല്ലല്ലോ. അന്ന് ഇന്നത്തെ ഏതാണ്ട് ഒരു 70-75 കൊല്ലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ഇന്നത്തെ പോലുള്ള ഹോസ്പിറ്റൽസ് ഇല്ല. അന്ന് ഉണ്ട്, എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലുണ്ട്, അതുമാത്രമേ ഉള്ളൂ, ജനറൽ ഹോസ്പിറ്റൽ. അവിടെ പോകാൻ അന്ന് അതുപോലെ ബസ് സൗകര്യങ്ങളൊന്നും ഒന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ വലഞ്ഞു പോയ കാലമായിരുന്നു. രോഗത്തിന് ചികിത്സ കഷായമാണ്. നാട്ടുവൈദ്യന്മാരെ കാണും, ആയുർവേദ മരുന്ന് ചെയ്യും. കഷായം, നെയ്യ്, കുഴമ്പ്, എണ്ണ, അതിൻ്റെ മേമ്പൊടിക്കുള്ളതായ പൊടി, എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കും.
പറമ്പിലെല്ലാം ചുറ്റി നടന്ന് അന്ന് പച്ചമരുന്ന് പറിക്കും. അതെല്ലാം കൊണ്ടുവന്ന് അരയ്ക്കുകയും അതെല്ലാം കൊണ്ടുവന്ന് ചതയ്ക്കുകയും ചെയ്യും. അങ്ങാടി മരുന്ന് വാങ്ങാൻ കടയിൽ പോകും, അങ്ങാടി മരുന്ന് കൊണ്ടുവരും. ഞങ്ങൾക്ക് 3 പേർക്കും ചികിത്സ. ദുരിതം പിടിച്ചൊരു ഭവനം, ദൈവത്തിന് സ്തോത്രം. ദുഃഖം നിറഞ്ഞ ഒരു ഭവനം. ഇന്ന് എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളോട് ഞാനൊരു വാക്ക് പറയട്ടെ. നിങ്ങൾക്ക് ദുഃഖം മാത്രമാണോ ഇന്നുള്ളത്? നിങ്ങൾക്ക് ദുരിതം മാത്രമാണോ ഇന്നുള്ളത്? നിങ്ങളെ കാണുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ കാണുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നൊരു ദൈവം ജീവിക്കുന്നുണ്ട്. ആ ജീവനുള്ള ദൈവം ഇപ്പോൾ നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. മകളെ, നീ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുന്നത് എന്തിനാണ്? എല്ലാവരും ഉറങ്ങിയതിന് ശേഷം നീ ഏങ്ങലടിക്കുന്നത് എന്തിനാണ്? ഭർത്താവ് ഉറങ്ങി, മക്കൾ ഉറങ്ങി, നീ പിന്നെ ഇരുന്ന് ഏങ്ങലടിക്കുന്നത് എന്തിനാണ്? പനി പിടിച്ച് വിറയ്ക്കുന്ന കുഞ്ഞിൻ്റെ ദേഹത്ത് തൊട്ടുകൊണ്ട് നീ കരയുന്നത് എന്തിനാണ്? ദൈവത്തിന് സ്തോത്രം. ഇന്ന് കടത്തിൻ്റെ ഭാരം ഓർത്ത് വിഷമിച്ച് കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഭർത്താവിൻ്റെ നിരാശകരമായ ജീവിതം കണ്ട് നീ എന്തിന് കരയുന്നു, നീ എന്തിന് വലയുന്നു? ഞാൻ നിനക്കുണ്ടല്ലോ എന്നാണ് കർത്താവ് പറയുന്നത്. നിൻ്റെ നാഥൻ ജീവിക്കുന്നുണ്ടല്ലോ എന്നാണ് കർത്താവ് പറയുന്നത്. യേശു ക്രിസ്തു ജീവിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ജീവിക്കുന്നു. അതാണ് എൻ്റെ ബലം, എൻ്റെ ആശ്രയം അതാണ്. യേശു ക്രിസ്തു ജീവിക്കുന്നു, അതുകൊണ്ട് ഞാനും ജീവിക്കുന്നു. യേശു ക്രിസ്തു ജീവിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും ജീവിക്കുന്നു. സഹോദരങ്ങളെ, മരണത്തിൻ്റെ വാതിക്കലേക്ക് ചെന്നിട്ട് തിരിച്ചു പോകുന്നവരാരെല്ലാം ഉണ്ട്? ദൈവത്തിന് സ്തോത്രം. മരണത്തിൻ്റെ വാതിക്കൽ ചെന്നിട്ട് കർത്താവ് പറഞ്ഞു കുറച്ച് കാലം കൂടെ നീ ജീവിക്കുന്നു പറഞ്ഞ് തിരിച്ചു വന്നവരാരെല്ലാം ഉണ്ട്? ഓപ്പറേഷൻ ടേബിളിൽ കിടന്നപ്പോൾ ഇതാ ഇനി അവസാനമായിട്ട് എല്ലാവരും കാണുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ കുത്തിവെക്കുന്നു ബോധം ക്ഷയിക്കാനായിട്ട്. എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഗാഠമായ ഉറക്കത്തിലേക്ക് നീങ്ങുന്നു. പിന്നീട് നടന്ന എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ശരീരത്തിൽ ഓപ്പറേഷൻ നടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം നടക്കുന്ന കാര്യങ്ങളല്ലേ? എന്നാൽ ഓർക്കൂ, ജീവനുള്ള ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ ദൈവം കാണുന്നുണ്ട്. നിങ്ങൾ ഡോക്ടറെ കാണാൻ പോയിരിക്കുമ്പോൾ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾ ചികിത്സകൾ ഓരോന്ന് ചെയ്യുമ്പോൾ, മരുന്ന് കഴിക്കുമ്പോൾ ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. എല്ലാം കാണുന്ന ഒരു ദൈവം, ആ ദൈവം സ്നേഹം മാത്രമാണ്. ഹല്ലേലൂയ, ആ ദൈവം സ്നേഹം മാത്രമാണ്. അവിടത്തേക്ക് നിങ്ങളോട് വിദ്വേഷമില്ല. നിങ്ങൾ ആരോടും ദൈവത്തിന് വഴക്കില്ല, ആരോടും ദൈവത്തിന് പിണക്കമില്ല. ദൈവം നിങ്ങൾ ആരെയും ഇറക്കി വിടുന്നില്ല. എല്ലാവരെയും കർത്താവ് ചേർത്ത് അണയ്ക്കുകയാണ്, എല്ലാവരെയും സ്നേഹിക്കുകയാണ്. നിങ്ങൾ കൃപ തരാൻ കർത്താവിന് മനസ്സാണ്. നിങ്ങൾ സമാധാനകാലം തരാൻ കർത്താവിന് മനസ്സാണ്. ആനന്ദ ഐശ്വര്യം എഴുതുന്ന മാസാബ്ദങ്ങളെ തരാൻ കർത്താവിന് മനസ്സാണ്. ആനന്ദവും ഐശ്വര്യമുള്ള മാസങ്ങളും ആണ്ടുകളും തരാൻ കർത്താവിന് മനസ്സാണ്. നല്ല കാലം നിങ്ങൾക്ക് തരുമെന്നാണ് കർത്താവ് പറയുന്നത്. ഇനിയും നല്ല കാലം ഉണ്ട് മോളെ എന്നാണ് കർത്താവ് പറയുന്നത്. മോളെ, നിൻ്റെ ഭർത്താവ് മദ്യപിച്ച് വന്ന് കൂത്താടി വന്ന് വഴക്കടിച്ചതിനെ തല്ലുന്നത് അത് നിലയ്ക്കതൊരു കാലമുണ്ട് എന്ന് കർത്താവ് പറയുന്നു. എന്ന് നീ തല്ലുകൊള്ളേണ്ടി വരികയില്ലെന്ന് കർത്താവ് പറയുന്നു. നീ എൻ്റെ മുഖത്തേക്ക് നോക്കൂ, നീ എന്നെ ആശ്രയിക്കൂ, എന്നെ വിളിക്കൂ. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന കർത്താവ് പറയുന്നു. കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഭർത്താവ് മദ്യപിച്ച് കൂത്താടി വന്ന് പാവം ഒരു തെറ്റുമില്ലാത്ത ഭാര്യയുടെ തലമുടി കുത്തിപ്പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് കൊണ്ടുവന്ന് തലയിടിക്കുന്നു. എൻ്റെ കർത്താവെ, എത്ര നാളിത് സഹിക്കണം? വേദനിച്ച് വിളയുന്ന പാവപ്പെട്ട സ്ത്രീയോട് കർത്താവ് പറയുന്നു, മോളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ വേദനിച്ച് വിളയുമ്പോൾ നിന്നേക്കാൾ കൂടുതൽ ഞാനാണ് വേദനിച്ചത്, നിനക്കറിയാമോ? നീ വേദനിക്കുമ്പോൾ നിന്നേക്കാൾ കൂടുതൽ ഞാൻ വേദനിച്ചു കൊണ്ടിരുന്നു. യൗവനക്കാരാ, നീ തെറ്റായ വഴിയിലൂടെ നടക്കുമ്പോൾ നിന്നെ നോക്കി ഞാൻ വേദനയോടെ നിൽക്കുകയായിരുന്നു. മാൻ യുവാവേ, നീ തെറ്റായ വഴികളിലൂടെ അശുദ്ധിയുടെ മാർഗത്തിലൂടെ നടക്കുമ്പോൾ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ എങ്ങനെയും രക്ഷിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. നിന്നെ വീണ്ടെടുക്കണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു. നരകത്തിലേക്കുള്ള കുത്തൊഴുക്കിൽപ്പെട്ട് നീ ഒഴുകി പോകുമ്പോൾ, നരകത്തിലേക്ക് നീങ്ങുമ്പോൾ നിന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് സ്വർഗത്തിലേക്കാക്കാൻ എൻ്റെ ഹൃദയം ദാഹിച്ചു കൊണ്ടിരുന്നു. അതിനായിട്ടാണ് ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വന്നത്. സ്നേഹിതരെ, നിങ്ങൾ അനേകം പേര് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നില്ല, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. നരകത്തിൻ്റെ ഭീകരമായ ദുരിതത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. തെറ്റുകൾ ഏറെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം തെറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, ഒരു ദൈവമുണ്ട്, സാത്താനുമുണ്ട്. ഒരു ക്രിസ്തുവുണ്ട്, അന്ത്യക്രിസ്തുവുണ്ട്. ഒരു സ്വർഗമുണ്ട്, ഒരു നരകവുമുണ്ട്. സ്വർഗ സൗഭാഗ്യമുണ്ട്, നരകഭീകര ദുരിതമുണ്ട്. ഓർക്കൂ, നരകത്തിൻ്റെ ഭീകരതയിലേക്ക് പോകാൻ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളാരും നഷ്ടപ്പെട്ടു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളാരും കൈമോശം വന്നു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളാരും സാത്താൻ്റെ പിടിയിലേക്ക് അമർന്നു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ വിടുക, നിങ്ങളുടെ പാപങ്ങളെല്ലാം വിടുക. എല്ലാ പാവവും മദ്യപാനമാണോ, കഞ്ചാവാണോ, നിങ്ങളുടെ ഡ്രഗ്സ്, ഏതെങ്കിലും മയക്കുമരുന്നുകളാണോ, അല്ല നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ വാട്സാപ്പ് മെസ്സേജസ് മൂലം കിട്ടുന്ന പാവമാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രേമക്കുരുക്കളിൽ നിങ്ങളപ്പെടുത്തുന്നതായ ഏതെങ്കിലും മെസ്സേജസ് SMS മെസ്സേജസ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ കൂടി കിട്ടുന്ന നെറ്റ് ചാറ്റിംഗ് ആണോ? എന്താണ് നിങ്ങൾ നശിപ്പിക്കുന്നത്? അതെല്ലാം നശിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങളാണ്. അതെല്ലാം വിട്ടു തിരിയുക, വേഗം തിരിയുക, വേഗം മാറിക്കൊള്ളുക. പ്രായം കുറഞ്ഞ പെൺകുട്ടികളും ആൺകുട്ടികളും പലപ്പോഴും വിവേകമില്ലാതെ പെട്ടെന്ന് പോയി പ്രേമത്തിൽ കുടുങ്ങും. വിവേകമുള്ള പ്രായമായാൽ അപകടം വരികയില്ല.
വേഗമാകുന്ന പ്രായമാകുന്നതുവരെയും ഈ അപകടത്തിൽ പോകാതെ മാതാപിതാക്കൾ സൂക്ഷിക്കേണ്ടതാണ്. എന്നാൽ മാതാപിതാക്കളുടെ കടിഞ്ഞാൻ വിട്ട് അങ്ങനെ കുതിറി ഓടിപ്പോകുന്ന ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. അവർ സ്കൂളിൽ പോകുന്നത്, കോളേജിൽ പോകുന്നതും പ്രേമിക്കാനാണ്. ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടാനോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ കിട്ടാനാണ് പോകുന്നത്. സങ്കടമുണ്ട്. അതുകൊണ്ട് ഞാൻ വേദനയോട് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നുണ്ടോ? നമ്മുടെ മക്കൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ മുടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരും ഇതൊന്നും അറിയുന്നില്ല. മക്കൾ നാശത്തിലേക്ക് പോകുന്നു, നരകത്തിലേക്ക് നീങ്ങുന്നു, അനേകരെ തിന്മയിലേക്ക് നീങ്ങുന്നു, കൊള്ളരുതായ്മയിൽ ജീവിക്കുന്നു, വഴക്കടിക്കുന്നു, പിണക്കത്തോട് കഴിയുന്നു, വൈരാഗ്യത്തോട് കഴിയുന്നു, പകയോട് കഴിയുന്നു, വിദ്വേഷത്തോട് കഴിയുന്നു. അനേകരിന്ന് വിദ്വേഷത്തിൻ്റെ അടിമകളായി തീർന്നിരിക്കുന്നു. പകയും വിദ്വേഷവും പ്രതികാരവാഞ്ചയും അനേക ഹൃദയത്തിൽ കുടികൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, പാവത്തോട് യാത്ര പറയാൻ നേരമായില്ലയോ? ഇനിയും പാവത്തെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുവോ? ഇനിയും തിന്മയെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? പാവത്തെ വിട്ട് തിരിയുക. ഇന്ന് തന്നെ നിങ്ങൾ ദൈവത്തോട് പറയുക, കർത്താവേ, ഞാൻ എന്നേക്കും നിൻ്റെ അടിമയായിരിക്കും. ഇയ്യോബിനെ പോലെ ഞാൻ നീതിമാനായിരിക്കും. ഏതെല്ലാം കഷ്ടത വന്നാലും എല്ലാം മാറ്റി തരാൻ നിനക്ക് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇയ്യോബിൻ്റെ കഷ്ടതയെല്ലാം നീ മാറ്റി കൊടുത്തതുപോലെ, എല്ലാം 10 മടങ്ങായി നീ അതെല്ലാം ഇരട്ടിയായി നീ മാറ്റി കൊടുത്തതുപോലെ, കർത്താവേ, നീ എനിക്കും എല്ലാ നന്മകളും ഇരട്ടിയായി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എൻ്റെ മനസ്സിലേക്ക് കടന്നു വരണമേ. ഇപ്പോൾ നാഥാ, നീ എൻ്റെ ഹൃദയത്തിൽ വന്ന് എൻ്റെ ഹൃദയത്തിൽ നീ ഇരിപ്പുറപ്പിക്കണമേ. ഹല്ലേലൂയ. എൻ്റെ ഹൃദയം നിനക്ക് ഞാൻ തുറന്നു തരുന്നു. എൻ്റെ ഹൃദയത്തിൽ നീ ഇരുന്ന് അവിടെ വാണരുളണമേ. നിൻ്റെ ചൊൽപ്പടിക്ക് ഞാൻ നടന്നുകൊള്ളാം, നിൻ്റെ വചനപ്രകാരം ഞാൻ ജീവിച്ചുകൊള്ളാം. ഇനി തെറ്റായ വഴിക്ക് ഞാൻ പോവുകയില്ല, അശുദ്ധമായ വഴികൾ ഞാൻ ജീവിക്കുകയില്ല. എൻ്റെ ജീവിതത്തിൽ തിന്മ വരികയില്ല, അശുദ്ധിക്കും വ്യഭിചാരത്തിനും ഇനി ഇടം കൊടുക്കുകയില്ല. കർത്താവേ, വേശ്യാസംഘത്തിനും വൃത്തികേടിനും ഞാൻ ജീവിക്കുകയില്ല. ഇനി എൻ്റെ ജീവിതം വിശുദ്ധമായിരിക്കും. ഇനിമേൽ വഴക്കടിക്കാതെ ഞാൻ ജീവിക്കും. എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു ശാന്ത സ്വഭാവം ഞാൻ പ്രാപിക്കും. യേശുവേ, നീ എൻ്റെ ഹൃദയത്തേക്ക് വരണമേ. ഇന്ന് ഇത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, നാഥാ, നീ പുറത്ത് നിൽക്കല്ലേ, നീ അകത്തേക്ക് വരണമേ. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് തുറക്കാം. കർത്താവേ, നീ ഇപ്പോൾ ഒന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നതിന് വിശ്വസിക്കുന്നു. എൻ്റെ ഹൃദയവാതിൽക്കൽ നിന്ന് മുട്ടുന്ന യേശുവിനെ ഞാൻ കാണുന്നു. എൻ്റെ ഹൃദയവാതിൽക്കൽ മുട്ടുന്ന യേശുവിൻ്റെ തൃക്കൈകളിലെ മുറിവ് ഞാൻ കാണുന്നു. ആ തൃക്കൈകളിലെ മുറിവിൽ നിന്ന് രക്തം ഇറ്റിച്ചായി എൻ്റെ ചങ്കിലേക്ക് ഒന്ന് വധിക്കുന്നു. യേശുവേ, ആ തിരക്തത്താൽ എൻ്റെ പാപക്കറകൾ കഴുകുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെയും വന്നുപോയ സകല പാപങ്ങളും കഴുകിത്തരുന്ന തിരക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഇതുവരെയും വന്നുപോയ എല്ലാ പാപങ്ങളും കഴുകി ഇല്ലായ്മ ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ചങ്കിലെ ചോരയിൽ ഞാൻ ആശ്രയിക്കുന്നു. യേശുവേ, എന്നെ നീ കഴുകണമേ. യേശുവേ, നീ എന്നെ സ്വീകരിക്കണമേ. യേശുവേ, എൻ്റെ വേദനകൾ മാറ്റണമേ. യേശുവേ, എൻ്റെ രോഗം മാറ്റണമേ. യേശുവേ, എൻ്റെ കുടുംബത്തിലെ കെടുതികൾ മാറ്റണമേ. യേശുവേ, എൻ്റെ അത്യാപത്തുകൾ മാറ്റണമേ. യേശുവേ, എനിക്ക് സമാധാന ജീവിതം തരണമേ. യേശുവേ, എൻ്റെ പാവങ്ങളെല്ലാം മാറ്റണമേ. യേശുവേ, എനിക്ക് സമാധാന ജീവിതം തരണമേ. എൻ്റെ കർത്താവേ, ഒരു വിശുദ്ധ ജീവിതത്തിൽ നീ എന്നെ ഒരുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വിശുദ്ധ ജീവിതം എനിക്ക് തരണമേ. എന്നോട് നീ മനസ്സിലിഞ്ഞ് എൻ്റെ മേലെ നീ എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ. ഞാൻ നിന്നെ ക്ഷണിക്കുന്നു, ഞാൻ വിളിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെ എതിരേൽക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരുവീൻ, എന്തിന് പുറത്ത് നിൽക്കുന്നു? യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ അകത്ത് വരിക, എന്തിന് പുറത്ത് നിൽക്കുന്നു? യേശുവിനെ വിളിക്കുക. യേശുവേ, നീ എൻ്റെ അകത്തേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇത്രയും കാലം നിന്നെ അറിയാൻ ഞാൻ ജീവിച്ചു പോയി. ഇത്രയും കാലം നാഥാ, ഞാൻ നിന്നെ വേദനിപ്പിച്ച് ജീവിച്ചു പോയി. എന്നാൽ ഇന്ന് ഞാനിതാ, ഇനിമേൽ ഞാൻ ഒരു കാരണവശാലും നിന്നെ വേദനിപ്പിക്കുകയില്ല. ഇനിമേൽ ഒരു കാരണവശാലും ഞാൻ ദുഃഖിപ്പിക്കുകയില്ല. ഒരു പുതിയ മനുഷ്യനായി ഞാൻ ജീവിക്കും. ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക തിരക്തതലിനെ കഴുകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുമോ? ഇപ്പോൾ ഈ വിലയേറിയ സമയം പാഴാക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുമോ? യേശു ഒന്ന് നിൽക്കുന്നു, യേശു ഒന്ന് മുട്ടുന്നു. ഹൃദയവാതിൽക്കൽ മുട്ടുന്ന യേശുവിൻ്റെ സ്വരം നീ കേൾക്കുക. ഞാനിതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തിയെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അത്താഴം കഴിക്കും. പ്രിയപ്പെട്ടവരെ, സന്ധ്യയെങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, സന്ധ്യയെങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആനന്ദഘോഷം തരുവാൻ ഇതാ കർത്താവ് നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. ആനന്ദഘോഷം എല്ലാ ദുഃഖങ്ങളും മാറ്റുന്നു, എല്ലാ വറുതികളും മാറ്റുന്നു, എല്ലാ കേടുകളും മാറ്റുന്നു, എല്ലാ പോടുകളും മാറ്റുന്നു, എല്ലാ തിന്മകളും മാറ്റുന്നു, എല്ലാ പാവവും മാറ്റുന്നു. സത്യപ്രകാശമായ യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ അന്ധകാരം ഇളകി ഓടുന്നു. പ്രിയപ്പെട്ടവരെ, പ്രകാശം വരുമ്പോൾ അന്ധകാരം മാറുന്നു. ഇന്ന് ഈ സമയത്ത് തന്നെ നിങ്ങളുടെ ഹൃദയം കർത്താൻ തുറന്നു കൊടുക്കൂ. യേശുവേ വരണമേ, യേശുവേ വരണമേ, യേശുവേ ഈ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. യേശുവേ, ഞാൻ എന്നും നിൻ്റെ ദാസനായിരിക്കും, ഞാൻ എന്നും നിൻ്റെ ദാസിയായിരിക്കും. ഇന്നു മുതൽ നാഥാ, ഞാൻ നിൻ്റെ വകയായിരിക്കും. പിശാചിന് ഇടം കൊടുക്കുകയില്ല, സാത്താനിന് ഇടം കൊടുക്കുകയില്ല. കർത്താവേ, നീ എന്നെ കൈക്കൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ തലകളെ നമുക്ക് ഉണക്കാം, നമുക്ക് ശാന്തമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തുടരണമേ കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവർക്കും നിൻ്റെ വചനത്തിൻ്റെ ശക്തി പകർന്നു കൊടുക്കുകയും കർത്താവേ, ജീവൻ അവരുടെ ഹൃദയത്തിലേക്ക് പകരുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവനായ ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്ന് മരിച്ച ആത്മാവിനെ ജീവിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും പാവത്തിൽ നിന്ന് മോചിപ്പിക്കണമേ.
സ്വർഗ്ഗരാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ. രണ്ടാമത്തെ വരയിൽ പറന്നു വരുന്ന വിശുദ്ധന്മാരുടെ നിലയിൽപ്പാൻ എല്ലാവരെയും യോഗ്യരാക്കി തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമീൻ.